ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ നടാട്ടാണ്. ഈ മുള കാണുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്. ഇത് നമ്മൾ ഒരു സ്റ്റാർ ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ള ഒരു പുറപ്പാടാണ്. മുള കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കി വിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചിട്ടാണ്. ഹായ്, ആദ്യമായിട്ട് ഒരു മുള, നല്ല അടിപൊളി മുള ഒന്ന് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അത് കുറച്ചും കൂടി ഉള്ളുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നല്ല ശബ്ദമുണ്ട്. ആദ്യം ഒരു മുള തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഈ മുള തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയുന്ന പോലെ വീടിൻ്റെ തറപണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് പണി കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ മുള കെട്ടിക്കഴിഞ്ഞാൽ തന്നെ പകുതി പണി സ്റ്റാറിൻ്റെ കഴിഞ്ഞു. പിന്നെ ഇതുപോലെ ഒരു വെട്ടോത്തി, ഇതുപോലെ തന്നെയല്ല, ഇതിൽ നല്ല വെട്ടോത്തി ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഒരു ചിറ്റികയോ ഒരു കൊട്ടോടി എന്നൊക്കെ പറയും, പണ്ടത്തെ ഒരു ഉപകരണമാണ്. ഇപ്പോൾ പോലെ നമ്മുടെ ആശാരിമാരുടെ കയ്യിലൊക്കെ കാണാവുന്നതാണ് ഒരു കൊട്ടോടി. ആ കൊട്ടോടി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിലെന്തെങ്കിലും ചെറിയൊരു മരത്തിൻ്റെ ഒരു കഷ്ണമാണെങ്കിൽ അതെടുത്തിട്ട് പതുക്കെ അത് ഇങ്ങനെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ലക്ഷ്യമാക്കി വെട്ടോത്തി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യ പടി. ആ പടി സെൻറ്റർ ക്ലിയർ ചെയ്തിട്ട് അത് അടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പതുക്കെ മുള പൊളിക്കുക. നമ്മൾ പറയില്ലേ മുള പൊളിക്കുക എന്ന് പറയില്ലേ, ഇനി മുള പൊളിക്കണ്ടെന്ന് പറയും. ഈ മുള പൊളിക്കണ്ടെന്ന് പറയണതിൻ്റെ ഉദ്ദേശം ഇത്രയ്ക്കുള്ളൂ. മുളപ്ല എന്ന് പറഞ്ഞിട്ട് പൊളിയും. ഈ പൂളമരം ചിലപ്പോൾ തിരുവനന്തപുരം ഭാഷയിലൊക്കെ വേറെ വലിയൊരു അർത്ഥമാണ്. പക്ഷെ പൂള എന്ന് പറയുന്നത് നമ്മുടെ അവിടെയൊക്കെ പൂളമരം, അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ഞി ഉണ്ടാക്കുന്ന, അങ്ങനെ തന്നെയാണ് നമ്മൾ പറയാം. പക്ഷെ ഞാനിതുപോലെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് പറഞ്ഞപ്പോൾ അവർ എന്നെ ഇവിടുത്തെ തെറികൾ പറഞ്ഞില്ല എന്നുള്ളൂ. അത് ഞാൻ എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നില്ല. കാരണം അതൊരു അവരുടെ ഭാഷയിൽ വലിയൊരു എന്തൊരു സംഭവമാണ്. അത് തിരുവനന്തപുരത്തുകാർ എന്തൊരു കുട്ടിച്ചക്കോ എന്നൊക്കെ പറയുന്നവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. നമ്മൾക്കിപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റിലെ ഒരുവിധം ജില്ലകളിലുള്ള ആളുകളായിട്ടൊക്കെ സംസാരിച്ചു, അവരുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള അറിവുകളുള്ള കാരണം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചില വാക്കുകൾ പറയാൻ നമുക്കൊരു പേടി തോന്നിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ അവിടെ അങ്ങനെയല്ല. അപ്പോൾ അത്രയും പറഞ്ഞു വെച്ചാൽ മുള പൊളിക്കുക എന്ന് പറയുന്നത് ഇത്രയ്ക്കുള്ളൂ. ഇതിനെയാണ് മുള പൊളിക്കുക എന്ന് പറയും. മുള പൊളിക്കുക നമ്മുടെ സാധാരണ നമ്മുടെ പല ഭാഷകളുണ്ട്. ഈ താറുമാറായി എന്നൊക്കെ പറയണൊക്കെ പോലെ മുള പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാക്കുകളൊക്കെ വീണ്ടും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോലെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളാണ് അതിൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ സിനിമയിലെ ഗാനങ്ങൾ ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള ഗാനങ്ങളാണ്. അത് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ വാക്കുകൾ, ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ആണെങ്കിലും ആ വാക്കുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അങ്ങനെ മുളപ്പൊളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ മുള പൊളിച്ച് എടുക്കുവാൻ പറ്റും. ഏത് കാര്യങ്ങളും ഒരു കല തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലയെ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതൊരു കലാപരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ മനോഹരമായിട്ട് അതിൽ നിന്നും ഒരു പൂവാണെങ്കിൽ പൂവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. ക്ഷമ ആട്ടുംകാട്ടത്തിൻ്റെ ക്ഷമ ആട്ടും സൂപ്പിൻ്റെ ബലമാണെന്നാണ് പറയാറ്. പക്ഷെ നമ്മൾ വെറുതെ ക്ഷമിച്ചിരിക്കുക എന്നതിനർത്ഥമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയും ഞാനിങ്ങനെ എന്തെന്ന് പറയുക, മൗനം വിദ്വാനും ഭൂഷണം എന്ന് പറയാം. മൗനം വിഡ്ഢിക്കും ഭൂഷണം തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് വെറുതെ മിണ്ടാണ്ടിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൗനം വിദ്വാനും മാത്രമല്ല വിഡ്ഢിക്കും. അതിപ്പോൾ എനിക്കും അതൊരു ഭൂഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റെക്കോർഡിങ് ഇതുപോലൊക്കെ വലുതും പറയുമ്പോൾ മാത്രമേ എന്തെങ്കിലും വായ തുറന്ന് എന്തെങ്കിലും സംസാരിക്കുകയുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ പൊതുവെ വളരെ സൈലൻ്റ് ആയിരിക്കും. കാരണം ഈ ശബ്ദങ്ങൾ കൊണ്ട് നമ്മൾ വെറുതെ മറ്റുള്ളവരെ വെറുപ്പിക്കണതിൽ അർത്ഥമില്ല. വെറുതെ എന്തെങ്കിലും ടോക്ക് വിട്ടിട്ടോ
എന്തെങ്കിലും സംസാരിച്ചിട്ടൊന്നും വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളില്ല. നമ്മുടെ ഊർജം കളയാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. പിന്നെ വല്ലപ്പോഴും വല്ല ഫോൺ വിളിക്കുമ്പോൾ എടുക്കലാണ്. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു പകുതി മുറിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രത്യേകത പകുതി മുറിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റാറിൻ്റെ പകുതി വർക്കും കൂടി കഴിഞ്ഞു, അതായത് 40% കഴിഞ്ഞു. പിന്നെ അതിങ്ങനെ ആ പകുതി വീണ്ടും പകുതിയാക്കുക, വീണ്ടും പകുതിയാക്കുക, അങ്ങനെ 3 6 പീസോ 8 പീസോ ഒരു വലിയ മുളയിൽ നിന്നും നമുക്ക് എടുക്കുവാൻ പറ്റും. ഈ മുളയിലെ നുള്ളുക എന്നൊക്കെ പറയുന്നത് ഇതല്ല, അത് വേറെയാണ്. കാരണം വെച്ചാൽ ഈ മുളയുടെ പ്രത്യേകത, ഈ മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണ്ട് എന്ന് പറയും. ആണ്ട് എന്ന് പറയുമ്പോൾ വർഷമല്ല, മുളയുടെ ചെറുതിനെ പറയുന്ന ഒരു പേരാണ് ആണ്ട് എന്ന് പറയും. ഞാനൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. അതിങ്ങനെ ചെറുതായിട്ടൊരു കുറ്റി പോലെ ഇങ്ങനെ മുളച്ചു വരുന്നത് കാണാൻ തന്നെ നല്ല ശേലാണ്. നല്ല ശേല് മീൻസ് നല്ല രസമാണ്, രസം മീൻസ് നല്ല ഭംഗിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ പല അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാക്കാനോ അത് ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ കിടു പൊളി അങ്ങനെയൊക്കെ എന്നാലും പൊളി ഇപ്പോഴും ഉണ്ട്. അതിലത്തെ ഒരു മുളപ്പുള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് നേരമായി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ്, സോളമൻ അഡാട്ട് എന്ന ആൾ തന്നെയാണ്. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, പശ്ചാത്തലത്തിൽ കാണുന്നത് വണ്ടിയാണ്. വണ്ടി ഓട്ടമില്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ വരികയും ചോറ് വയ്ക്കുക, കൂട്ടം വയ്ക്കുക, അങ്ങനെയുള്ള ഇത്യാദി പ്രവർത്തികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകത, ഇന്ന് വെള്ളി ശനി ഞായർ മാറ്റി നടക്കേണ്ട ദിവസം കൂടിയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച ഒരു പെണ്ണ് കാണാൻ പോകാനുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ് തീരുന്നേറ്റ് മുന്നേ 2 പൊളി ആയി എന്നുള്ളതാണ്. അത് വലിയൊരു സംഭവമായി, ഒരു ചരിത്ര ഒരു മുഹൂർത്തം എന്നൊക്കെ പറയാം. കണ്ട 2 പൊളി, ഒരു മുളയുടെ 2 പൊളി കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ പറയില്ലേ, തേങ്ങ ഉടയ്ക്കുമ്പോൾ 2 മുറികളും ഒരേപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചിരകാൻ നല്ല ഒരു രസമായിരിക്കും. രസം മീൻസ് ഞാൻ പറയുന്നത് പലരും ചില വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പറയാറുണ്ട്. അപ്പോൾ 2 പൊളി, ഒരുവിധം കുഴപ്പമില്ലാത്ത 2 പൊളി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പൊളിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, നാളികേരം ഒരു ചക്ക വെട്ടുമ്പോഴാണെങ്കിലും തല്ല് കൂടണ്ടെന്ന് പറയാം. കാരണം വെച്ചാൽ ഇപ്പോൾ നാളികേരം മുറിക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് 2 3 വെട്ട് കറക്റ്റ് അത് നമുക്ക് ഒരു 2 കഷ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരകുവാനും അത് നല്ല ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഈ മുളയും കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കണക്ക് കൂട്ടിയിട്ട് വേണം ഇവിടെ നിന്ന് തന്നെ അത് ചെയ്യുവാൻ. നമ്മൾ വിചാരിക്കും ഒരു ചെറിയൊരു കാര്യം കാണുമ്പോൾ ഇതൊക്കെ നിസ്സാരമല്ലേ, പൊതുവെ ആളുകൾ പറയുന്ന പോലെ അതല്ലപ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ ചെയ്യുമ്പോൾ ആളുകൾ ഇതല്ലപ്പോൾ, അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ കാശുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ലക്ഷക്കണക്കിന് കോടികളുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ പറയും ഇതിപ്പോൾ നമുക്കൊരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് മേടിക്കാമല്ലോ, ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ മേടിക്കാൻ അതിപ്പോൾ അത്ര വലിയൊരു വിഷയമുള്ള കേസില്ല. നമ്മുടെ പോലുള്ള പാവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പാവങ്ങൾക്ക് സമയമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള സ്റ്റാറുകളൊക്കെ ഇങ്ങനെ പണിത് നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് മുളകൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ തെരുവോരങ്ങളിൽ ഹൈവേ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഞാത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വലിയ ആളുകൾ വന്നിട്ട് 1000-നും 1500 2000-നൊക്കെ 8 അടി 10 അടിയുടെ സ്റ്റാറുകളൊക്കെ മേടിച്ച് കൊണ്ടുപോകും. അത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലോറിയൊക്കെ വിളിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ 10 അടിയുടെ ഒരു സ്റ്റാർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു വിഷയെങ്കിലും വേണ്ടി വരും. അപ്പോൾ ചെറിയ സ്റ്റാർ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ 2 അടി 3 അടിയുടെ സ്റ്റാറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ചെറിയൊരു വാഹനത്തിൻ്റെ പിൻസീറ്റിൽ അല്ലെങ്കിൽ ഡിക്കിയിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ നല്ല ചേറ്റുപുഴ സൈഡിലേക്കൊക്കെ പോയപ്പോൾ അവർ വന്ന് ടെൻ്റ് അടിച്ചിട്ട് അവരിങ്ങനെ ഇതുപോലത്തെ മുളകൾ ഇങ്ങനെ എടുത്ത് പതുക്കെ അത് ഉഴിഞ്ഞ് ശരിയാക്കി അതുപോലെയുള്ള ക്രിസ്മസ് കൂടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പണികൾ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ട് അവർ പറയും അവർക്ക് നല്ല പണി ഉള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ അവർ പറയും ഇതിന് ഇത്ര വരുള്ളൂ. ഇന്ന് ഞാനാണെങ്കിൽ ചോദിക്കുന്ന പോലെ 350 ഉണ്ടോ, 500 ഉണ്ടോ, നമുക്ക് 250-ന് കിട്ടുമോ, 200-ന് കിട്ടുമോ, വെറുതെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരുടെ ജോലി. അപ്പോൾ ഒരാളിപ്പോൾ
എടുക്കുന്ന ജോലിക്ക് അയാൾക്കൊരു കൂലി കിട്ടാൻ അയാൾ അർഹനാണെന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ കുറച്ച് ചോദിക്കാന്നല്ലാണ്ട് അയാളുടെ അടുത്ത് കംപ്ലീറ്റ് മറ്റോണം അങ്ങനെ അവരെ ഒന്നും അല്ലാതാക്കിയിട്ട് മേടിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ വലിയൊരാളാണെന്ന് പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല. അവർ മാന്യമായിട്ടുള്ളൊരു വില കൊടുക്കണോണ്ട് വിരോധമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ 4ാമത്തെ പൊളിയാണ് പൊളിക്കാൻ പോണത്. ഈ പൊളി കൂടി പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള ഇപ്പം ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോൾ പിന്നെ ഇപ്പോൾ ആളുകൾ പറയണ പോലെ നീ വലിയ മുളയൊന്നും പൊളിക്കണ്ടെന്ന് പറയും. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കണേനെ അല്ലെങ്കിൽ ഇങ്ങനെ വർത്തമാനം പറയണ ഒരു പേര് തന്നെയാണ് മുള പൊളിക്കണ്ടെന്നുള്ളത്. ഞാൻ കൂടുതലും മുള പൊളിക്കാൻ നിൽക്കുന്നില്ല. കാരണം ഇന്നത്തെ അതായത് സെൻറ്റർ നോക്കിയിട്ട് വെട്ടാനാണ് പറയണത്. ആക്ഷനൊക്കെ കാണിക്കേണ്ട ശബ്ദമൊക്കെ ഇതിൽ കൂടി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വെള്ളി ശനി ഞായർ മാറ്റിനിലത്തെ നൂൺ ഷോ അല്ലെങ്കിൽ മോർണിംഗ് ഷോ എന്തായാലും സമയം കഴിഞ്ഞു. നൂൺ ഷോ മാറ്റിനിയിലെ ചെറിയ 1, 2, 3 ശബ്ദങ്ങൾ ഞാനിവിടെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ സ്റ്റാർ ഉണ്ടാക്കുന്ന ഈ വർക്കിലൂടെ തന്നെയാണ് ആ ശബ്ദങ്ങളും എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സോളമൻ ഷോ എന്ന പ്രോഗ്രാം ചില ശബ്ദങ്ങളിൽ കൂടെ ഈ സ്റ്റാർ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളെ കേൾപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വലിയ ശബ്ദങ്ങളൊന്നുമില്ല, ചെറിയ ശബ്ദങ്ങൾ. അതായത് സ്റ്റാർ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് സ്റ്റാറുകൾ അതുപോലെയുള്ള ക്രിസ്മസ് ട്രീ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് സ്റ്റാർ. ഈ ഒരു എപ്പിസോഡിൽ ഈ സ്റ്റാർ പണി അവസാനിക്കുന്നില്ല. കാരണം ഇത് പച്ച മുളയായതുകൊണ്ട് ഇത് ഒന്നും കൂടി ഉണങ്ങിയിട്ട് വേണം നമുക്ക് അതൊന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ എപ്പിസോഡാണ്, സ്റ്റാറിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു നമ്മുടെ പഴയ ദൂരദർശനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാട്ടിലെ കിട്ടൻ എന്ന ആ ഒരു പരമ്പരയിലെ ആദ്യത്തെ ചെറിയ ശബ്ദങ്ങളാണ്, പഴയ ശബ്ദങ്ങളാണ്. ഇന്നിപ്പോൾ അത് ഡോറായി, ഭീമായി, അങ്ങനെ കുറേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്താണെങ്കിൽ കാട്ടിലെ കിട്ടൻ എന്ന ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു വേരിയേഷൻ നിങ്ങളെ കേൾപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതൊരു ഗാനം, ടൈറ്റിൽ സോങ്ങാണ്. അതിപ്പോൾ ഇന്നത്തെ ഡോറയിലേക്ക് വന്നു. ഡോറ എങ്ങനെയാണ് പറയണത് നമുക്ക് നോക്കി നോക്കാം. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സ്കൂള് വിട്ട് വന്നോ? ചായ കുടിച്ചോ? അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു രാജകൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? പോസ്റ്റ് ഓഫീസ്, പാലം, പിന്നെന്താ? അതായത് കുട്ടികളെ കുറച്ചും കൂടി മെമ്മറി ഒന്നുകൂടി ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണെന്നാണ് എനിക്ക് ആ ഡോറ ഞാൻ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നിച്ചിട്ടുള്ളൊരു കാര്യം. അവരുടെ മെമ്മറി അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഓർമ്മിക്കുവാൻ ഇതായിട്ടാണ് എനിക്ക് തോന്നിച്ചിട്ടുള്ളത്. പോസ്റ്റ് ഓഫീസ്, പാലം, പിന്നെന്താ? അപ്പം മനസ്സിലായില്ലോ. അപ്പോൾ ഡോറ കഴിഞ്ഞിട്ടോ. ഇന്നിപ്പോൾ ഈ കമ്പ്യൂട്ടർ യുഗമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ പിന്നെ ഞാനിപ്പോൾ ഒന്നൊരു കാര്യം കേട്ടത് ഈ എലോൺ മസ്കിനെ കുറിച്ചാണ്. അദ്ദേഹം വളരെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ കുട്ടിപ്രായത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്ന് ലോകത്തെ തന്നെ തൻ്റെ കൺട്രോളിങ്ങിൽ വരുത്തിയിട്ടുള്ള ഒരാളും കൂടിയാണ് ഈ എലോൺ മസ്ക് എന്നാണ് ഞാൻ ഇന്നറിഞ്ഞ ഒരു കാര്യം. അദ്ദേഹത്തെക്കുറിച്ച് മുന്നേ അറിയാമായിരുന്നു.
പക്ഷേ അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ യന്ത്രമനുഷ്യനെ ഉൽപ്പാദിപ്പിച്ചു. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ചൊവ്വാഗ്രഹത്തിൽ അദ്ദേഹം അവിടെ താമസിക്കാനുള്ള കാര്യങ്ങൾ വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അതായത് അതിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, എലോൺ മസ്ക് വന്നിട്ടുള്ള വഴികൾ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ കൺട്രോളിങ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചൊവ്വയിലേക്ക് പോയിട്ട് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ് ബൈ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കും എന്നുള്ള ഒരു സാറ്റലൈറ്റിലേക്ക് അതുപോലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു എന്നാണ് പറയും. നമ്മൾ പറയില്ലേ, ബുദ്ധിയുള്ള രീതിയിൽ, അതായത് മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇപ്പം ഞാൻ അറിഞ്ഞിട്ടുള്ള ചെറിയ ഗുണവും ദോഷവുമാണ് ഞാൻ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് വേറെ ആധികാരികമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല, ഞാൻ അറിഞ്ഞ ഒരു കാര്യം ചെറിയ രീതിയിൽ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ചൊവ്വയിലെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തിപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വരാം. കമ്പ്യൂട്ടർ യുഗം അതിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടുള്ള ഒരു സമയമാണ്. ഇനിയാണെങ്കിൽ മനുഷ്യന് തീരെ വിലയില്ലാതാവുന്നൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വ്ളോഗർമാർ അല്ലെങ്കിൽ ഇവരുടെ ഒരു കൂട്ടായ്മയുണ്ട്, അതിലൊക്കെ പറയുന്ന പോലെ തന്നെ, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടുള്ളപ്പോൾ ബ്രെയിനിൽ ചിപ്പൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചിന്തകളൊക്കെ മാറ്റി എന്നൊക്കെ നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാനും അതിങ്ങനെ വണ്ടിയിലേക്ക് ഇരിക്കുമ്പോൾ കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കമ്പ്യൂട്ടർ റോബോട്ടിനെ നിയന്ത്രിച്ചുകൊണ്ട് റോബോട്ടുകളിലൂടെയാണ് ഇനി ലോകം ഭരിക്കുവാൻ പോകുന്നത്. ഞെട്ടിക്കുന്ന ഒരു രഹസ്യം തന്നെയാണ് അത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്നതും ഇതുപോലെയുള്ള സാങ്കേതിക രീതികൾ അവലംബിച്ചുകൊണ്ട് ആ രീതികളിലൂടെ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യന് നമ്മൾ വിചാരിക്കുന്ന അത്ര ഇപ്പോഴോ പ്രത്യേകിച്ച് വില എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇനിയുള്ള ജനറേഷനിലൊക്കെ അത് വളരെ കുറഞ്ഞ് വേറെ ഒരു യുഗത്തിലേക്ക് എത്തിപ്പെടും എന്ന ഒരു കണ്ടുപിടുത്തം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇത് നമ്മുടെ കണ്ടു ഇപ്പോൾ ഇതും കൂടി പൊളിച്ചു കഴിഞ്ഞാൽ ഏകദേശം സ്റ്റാറിൻ്റെ വർക്കുകൾ കഴിയാറായി. അപ്പോൾ അതിനായിട്ട് മുൻപ് ഞാൻ ആ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റോബോട്ടിൻ്റെ ഒരു ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഞാൻ ആദ്യം, അതായത് ഏറ്റവും കൂടുതൽ ഞാൻ കലാഭവൻ സലീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, നമ്മൾ പഴയതല്ല, കലാഭവനിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഈ ഒരു ശബ്ദം കൂടി എടുത്തിരുന്ന ഒരു കൂട്ടുകാരൻ വരാതായപ്പോഴാണ് എന്നെ ആ ഒരു ശബ്ദം എടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ട്രൂപ്പിലേക്ക് എന്നെ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ശബ്ദം ഞാൻ പല വേദികളിലും അതൊരു പ്രചോദനമായി, അല്ലെങ്കിൽ അത് എനിക്ക് ടോൺസിലസ് അതുപോലെയുള്ള അല്ലെങ്കിൽ ശബ്ദത്തിന് ഒരു തോട്ടിന് വ്യത്യാസം വരുമെങ്കിലും നമ്മളതിന് കുറച്ച് എഫർട്ട് എടുത്തിട്ടാണെങ്കിൽ അത് ചെയ്തിരുന്നു. ഒരു റോബോട്ട് മുടി വെട്ടുന്ന ഒരു ആക്ഷൻ, അങ്ങനെയൊക്കെ ഞാൻ പലപ്പോഴും ചെയ്തിരുന്നതാണ്. അപ്പോൾ റോബോട്ടിൻ്റെ ശബ്ദം, ഹലോ എന്താ നിൻ്റെ പേരെന്താ? എലോൺ മസ്ക്. എന്താ നീ കണ്ടുപിടിക്കുന്നത്? സ്റ്റാർ. എന്താ നിൻ്റെ പേര്? നീ വല്ല ഭക്ഷണം കഴിച്ചോ? എന്താ പോട്ടെ, ചന്ദ്രനിലേക്കാണോ? പോട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ കൂടുതലായിട്ടൊന്നും ശബ്ദങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 1, 2, 3 പറഞ്ഞപ്പോൾ സ്റ്റാറിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. ഇപ്പോൾ ഈ അലകുകളായി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ സിമ്പിളായി
ഇനി നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒരുവിധം കാര്യങ്ങളൊക്കെ. ഇനി ഇതിപ്പോൾ ഒരു 8 അടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാതും കുഴപ്പമില്ലാണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു സ്റ്റാർ രൂപപ്പെടുത്താവുന്നതാണ്. ഇതുപോലത്തെ ഒരു സ്റ്റാർ നമ്മളിപ്പോൾ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഉണ്ടാക്കുവാൻ നമുക്ക് വളരെ സിമ്പിളാണ്. കാരണം ഒരു മുള ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാതും അത്ര നിസ്സാരമായിട്ട് കാണരുത്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിപ്പോൾ എന്താണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ വെറുതെ വെച്ച് നോക്കണുള്ളൂ. കാരണം സ്റ്റാറിൻ്റെ ഇത് 2 സൈഡിൽ നിന്നാണ് കെട്ട് വരിക. 2 സൈഡിലും കെട്ട് വരുമ്പോൾ കമ്പി ഇട്ടിട്ട് നമ്മൾ കെട്ടും. നമ്മൾ വേലി കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മതിലാണ്. അപ്പം മതിൽ അല്ല, വേലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ മുള്ളുകളൊക്കെ അങ്ങനെ ഈ മുളയുടെ മുള്ളുകൊണ്ട് ആണ് വേലി കെട്ടുക. അപ്പോൾ അത് ഒരു കമ്പിയിട്ട് ഇങ്ങനെ കെട്ടും. അല്ലെങ്കിൽ ചിലർ ചരട് പാളയുടെ ഇതൊക്കെ കൊണ്ട് കെട്ടുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ കമ്പി കൊണ്ട് കെട്ടുമ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒരു അടിയുടെയോ ഇത് വലിപ്പം അനുസരിച്ചിട്ട് ചെറുതുമായിട്ടുള്ള കഷ്ണങ്ങൾ അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സ്റ്റാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ആദ്യം കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് ചിമ്മിണി കത്തിച്ച് വയ്ക്കാറാണ് പതിവ്. അങ്ങനെ ചിമ്മിണി കത്തിക്ക് വയ്ക്കലും അത് കാറ്റ് വരുമ്പോൾ കെടുക, അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ ചൈന പേപ്പർ തീ പിടിക്കുക, അങ്ങനെ കുറേ അഭ്യാസങ്ങളൊക്കെ നടക്കാറുണ്ട്. വീട്ടിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെറുപ്പത്തിലൊക്കെ കുറേ തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളന്നും ഇന്നും അങ്ങനെയാണല്ലോ, പറഞ്ഞാൽ കൂട്ടാക്കില്ല. അപ്പോൾ അതൊരു പ്രത്യേക രീതിയാണ്. ആര് പറഞ്ഞാലും നമ്മൾ കൂട്ടാക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ കൂട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാർ നിങ്ങളെ കാണിക്കാൻ പറ്റി. അത് നിങ്ങളോട് അത് പറഞ്ഞു തരാൻ പറ്റി. ഇനിയിപ്പോൾ കുറച്ച് ചൈന പേപ്പറോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, അതൊക്കെ മേടിച്ച് ഇങ്ങനെ ഇതിൻ്റെ കവർ ചെയ്യലാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ഞാൻ ഒന്നുകൂടി നോക്കുന്നുണ്ട്. ചിലപ്പോൾ തുണി കിട്ടുകയാണെങ്കിൽ തുണി കൊണ്ട് കവർ ചെയ്യാൻ ചെയ്യുള്ളൂ. ചൈന പേപ്പറും റഷ്യൻ പേപ്പറുകളൊന്നും ഇപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേതെങ്കിലും തരത്തിൽ ഒരു സ്റ്റാർ പോലെ ആക്കിയിട്ട് 2ാമത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ പറ്റും എന്ന ആ പ്രതീക്ഷയോടെ ഞാൻ കൂടുതൽ കുറവും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണമെന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. സ്റ്റാർ റെഡി.